ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള ബ്ലോക്കാണ് കാണുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഞങ്ങൾക്കിത് അറൗണ്ട് ഒരു 13 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ 45 മിനിറ്റാണ് എടുക്കുന്നത്. ഇതാണ് റോഡിലെ അവസ്ഥ. ഭയങ്കര ബ്ലോക്കാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ചെന്നിട്ട് കാണാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇഫ്താർ വിശേഷങ്ങളാണ്. ഡേ 2 ആണ്. അതിനായിട്ട് ഇപ്പോൾ ഞങ്ങളുള്ളത് ഫ്രേസർ ടൗൺ ബാംഗ്ലൂരിലാണ്. നമ്മുടെ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയകളിൽ ഒന്നാണ് ഈ ഫ്രേസർ ടൗൺ. ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റംസാൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു സ്ട്രീറ്റിലെ പല ഷോപ്പിലും പല പല ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത്. ഓരോ കടകളിലും ഭയങ്കര തിരക്കാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു മേക്കിംഗ് ആണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ കൂടുതലായിട്ട് കണ്ടത് ചിക്കൻ ഐറ്റംസ്, അതായത് സ്പൈസ് ഐറ്റംസ് ആണ് ഞാൻ കൂടുതലും കണ്ടത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലത്തെ സ്വീറ്റ് ഐറ്റംസ് ഒന്നും ഞാൻ ഒത്തിരി കണ്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാഞ്ഞതാവാം. പക്ഷെ കൂടുതലും സ്പൈസ് ഐറ്റംസ് ഒരുപാടുണ്ട്. അത് കണ്ടോ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ രസമാണ്. പിന്നെ ചില ഷോപ്പൊക്കെ 4 മണി വരെ, രാവിലെ വെളുപ്പിന് 4 മണി വരെ ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ കടകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര തിരക്കാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫുഡ് ഐറ്റംസ് തപ്പി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടാസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ല, ഭയങ്കര രസമാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടെ ഈ ഷോപ്പിലൊക്കെ നമ്മൾ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ നേരത്ത് ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇവർ ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവർ നമുക്കിങ്ങനെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മൾ ഈ പ്രത്യേകിച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണെന്ന് കാണുമ്പോഴത്തേക്ക് അവർക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. നമുക്കും പുതിയ ഓരോ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനൊക്കെ നമുക്കും തോന്നും. ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറും ഒരു പ്രത്യേക വൈബുമാണ് ഇവിടെ. ഇതൊക്കെ ഒന്ന് കാണാനും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അങ്ങനെ കുറേ ഇഫ്താർ വിശേഷങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഒരു മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന കാഴ്ചകളാണ്. ഒരാദ്യമായിട്ട് ഈ ഇഫ്താർ വിശേഷങ്ങളൊക്കെ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഫുഡൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് എനിക്കുണ്ടായത്. നമ്മൾ ഇത്രയും ബ്ലോക്കിലൊക്കെ കിടന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും കാണാത്ത ആൾക്കാർ പോയി കാണുക. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതെൻ്റെ ഇഫ്താർ ഡേ 2 ആണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.